ഹലോ, വെൽക്കം ബാക്ക് ടു ഇഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ എണീച്ചപ്പോൾ വിചാരിച്ച് ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ഫ്രൈഡേ കൂടിയാണ്. അപ്പോൾ ഫ്രൈഡേ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇതേ റുവ ബേബി എണീച്ചിട്ടുണ്ട്. അയിൻ ബേബി എണീച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ തൊട്ടിയിൽ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ പത്തിരി പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം നമ്മളത് കഴിക്കട്ടെ. റുവാക്ക് വേണം. റുവാക്ക് വേണോ എഗ്ഗ്? റുവ എല്ലാം പൊടി പൊടി ആക്കി ഇടാന്നുള്ളതാണ് റുവാടെ ഇപ്പോഴത്തെ പരിപാടി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മടിയിൽ കയറിയിരിക്കുക, എന്നിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാം കുഴച്ച് തരും റുവ തിന്നില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉച്ചക്കലത്തെ പണിയിലേക്ക് കയറി. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതേ ഞാനിവിടെ അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ അവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഇരുന്നിട്ട് കളിച്ചോണ്ടിരിക്കണ്ട. അവൾക്ക് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അതായിട്ട് ഈ ഒരു ഹൈ ചെയറിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. ആദ്യം തന്നെ നമുക്ക് ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി കുഞ്ഞതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ടും ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതേ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോയ സോസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഫൈനലായിട്ട് നമ്മളുടെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചില്ലി ചിക്കൻ റെഡിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സെയിം പാനിൽ തന്നെ നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സവോള, ക്യാപ്സിക്കം, അതേപോലെ തന്നെ ക്യാരറ്റ് ഇത്രയും വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതേ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 70% കുക്കായിട്ടുണ്ടാവുള്ളൂ ഈ ഒരു റൈസ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈനലി മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് ഇതേ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബേബിനെ ഇതേ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രസ്സ് നോക്കട്ടെ, എന്ത് ഭംഗിയാ, സുന്ദരിയായ. അയിൻ ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുളിച്ചിട്ടില്ല, എണീച്ചിട്ടുമില്ല. കണ്ട അങ്ങനെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ജുമ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേ കഞ്ഞിക്ക് ഫ്രൈഡ് റൈസ് ആണ് കുട്ടിയിലേക്ക്. മതി ഇതിലുണ്ടല്ലോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വോയിസ് കൊടുക്കാനായിട്ട് വന്നേക്കാം കേട്ടോ. ഞാനിവിടെ കിച്ചണിൽ ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കാറ്. കുട്ടികളെയും എല്ലാവരെയും റൂമിലാക്കിയിട്ട് ഞാനിവിടെ വന്നിരുന്നിട്ട് വോയിസ് കൊടുക്കണ്ട ചെയ്യാറ്. ചില ടൈമിൽ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അയിൻ ബേബിനെയും മടിയിലിട്ടിട്ടുണ്ട് കൊടുക്കൽ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ പ്ലാറ്റിനം മെഡിക്കൽ സെൻറ്ററിലേക്ക് വന്നേക്കാണ്.
അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് മുന്നേ വരെയും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള സുകന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനെയാണ്. അപ്പോൾ ഡോക്ടർ നമുക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വായോ ബേബിനെ ഇറ്റെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഡോക്ടറെ ബേബിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ബണ്ണി എവിടെ? ബണ്ണി അവിടെ ഉണ്ട്. ജിറാഫ് എവിടെ? ജിറാഫ് മങ്കി എവിടെ? റുവാ മുകളിൽ നോക്കി നോക്കിയ. ഓ മങ്കിനെ കാണില്ലല്ലോ. മുകളിലുണ്ട്. റുവാ തലമ്മ കൈ കാണില്ല മങ്കീനെ. റുവാ അതേ മങ്കി അതെ അവിടെ. ആ ഇപ്പളാ കണ്ടത്. ആ അതെ സബ്സ്ക്രൈബറാണെന്നൊക്കെ. ഡോക്ടർ ഫ്രീ ആയാ? ഡോക്ടർ சீக்கிரமா வரணும் அவசரமா 36 கரெக்ட் அல்ல? 36 week. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ സഫാരി മാളിലേക്കാണ് വന്നത്. നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമ്മൾ ഫിഷൊക്കെ ഓർഡർ ആക്കി. അതിന് ശേഷമാണ് ബാക്കി പർച്ചേസിങ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ ഒരാൾ ഇവിടെ ഭയങ്കര കരച്ചിലായിട്ട്. എന്തിനാ കരയാണ്? ബാക്കി ജ്യൂസ് വാങ്ങിച്ചു തരാം. ഓക്കെ റുവാക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചെടുത്ത് എന്ത് ജ്യൂസാണ്? ബാക്കി എന്ത് ജ്യൂസാണ് കിട്ടിയത്? സ്ട്രോബെറി മിൽക്ക് കിട്ടിയ. സ്ട്രോബെറി മിൽക്ക് കിട്ടിയ ഹാപ്പി ആയാ? അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് വന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബൺ ഷവർമ കണ്ടപ്പോൾ അത് ഓർഡറാക്കി. പിന്നെ ഈ ഒരു വെനീസ് കേക്ക്, കുനാഫ ഫാൻറ്റസി, ഈ ഒരു ക്രീം റോൾ, ഈ 3 ഐറ്റംസ് നമ്മൾ ഇതിൽ നിന്ന് ഓർഡറാക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതേ റുവ ബേബി ഈ ഒരു ക്രീം റോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ നമ്മളുടെ ഒരു ഐസ്ക്രീം കോൺ പോലൊക്കെ ഉണ്ട് സംഭവം. ആ ഒരു വേഫർ റോളിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രീം ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കി ഐറ്റംസും കൂടി എടുത്തിട്ട് നമ്മളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ബില്ല് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി വാങ്ങിച്ച ഐറ്റംസൊക്കെ എടുത്തതിന് ശേഷം ഇതേ നമ്മൾ ട്രൈ ആക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഷവർമ ബണ്ണാണ് നമ്മൾ ട്രൈ ആക്കണത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഷവർമ ഫില്ലിങ്ങും ചീസും ഒക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റംസ് ആയിട്ട് ട്രൈ ആക്കി നോക്കി. ഫസ്റ്റ് തന്നെ ഈ ഒരു വെനീസ് കേക്കാണ് കേട്ടോ ട്രൈ ആക്കിയത്. ചോക്ലേറ്റ് അല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം?
എന്നിട്ട് വലിയ സംഭവമല്ല. ഉള്ളിൽ കേക്കും ഔട്ട് സൈഡ് കുനാഫ കവർ ചെയ്തു. ഇതൊരു കാരമലൈസ്ഡ് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഇനി നമുക്ക് റുവ ബേബിയുടെ കുറച്ച് കലാപരിപാടികൾ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഡേയുടെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഇങ്ങനെ ഡെയിലി വ്ളോഗുകളാണോ, എന്തെങ്കിലും റെസിപ്പി വീഡിയോസാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടിൽ ദെൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.